വളരെ മനോഹരമായിട്ടുള്ള ഈ ഒരു ഫ്രോക്കിൻ്റെ കട്ടിങ്ങും സ്റ്റിച്ചിങ്ങുമാണ് ഞാൻ ഇന്നിവിടെ കാണിക്കാൻ പോകുന്നത്. ഒരു 5-6 വയസ്സുള്ള കുട്ടികൾക്ക് പറ്റിയ ഫ്രോക്കാണിത്. നമ്മൾ എപ്പോഴും തുണി കട്ട് ചെയ്യുമ്പോൾ ഈ ഒരു രീതിക്കാണ് തുണി കട്ട് ചെയ്യേണ്ടത്. ഈ ഒരു കടലാസ് ഒരു തുണിയായി സങ്കല്പിക്കുക. എന്നിട്ട് ഇത് രണ്ടാക്കി, ആദ്യം നീളത്തിൽ രണ്ടാക്കി മടക്കുക, പിന്നെ ഇതുപോലെ ഒന്നുകൂടെ മടക്കി കൊടുക്കുക. എന്നിട്ട് ഇതിൻ്റെ മുകളിൽ വരുന്ന ഭാഗത്താണ് കൈയും കഴുത്തും ഒക്കെ കട്ട് ചെയ്യുന്നത്. വലിയ തുണിയിൽ ഇതുപോലെ കാണിച്ചു തരാൻ ബുദ്ധിമുട്ടല്ലേ, അതുകൊണ്ടാണ് കടലാസിൽ ഇതുപോലെ കാണിച്ചു തന്നത്. ഇതുപോലെ 4ആക്കി മടക്കി വെച്ച തുണിയാണിത്. ഇതിൽ ഞാൻ കഴുത്ത് ബോഡി കട്ട് ചെയ്യാൻ പോവുകയാണ്. കഴുത്തിറക്കം ഒരു 5 ഇഞ്ച് ഇട്ടിട്ട് അടയാളപ്പെടുത്തുക. കഴുത്ത് അകലം ഒരു 2 ഇഞ്ച് ഇട്ടിട്ട് അടയാളപ്പെടുത്തുക. ഷോൾഡർ ഒരു 5 ഇഞ്ച് ഇട്ടിട്ട് അടയാളപ്പെടുത്തുക. കൈക്കുഴി ഒരു 6 ഇഞ്ച് ഇട്ടിട്ട് അടയാളപ്പെടുത്തുക. എന്നിട്ട് കൈക്കുഴിയും കഴുത്തും ഇതേപോലെ ഒന്ന് വരച്ചു കൊടുക്കുക. നെഞ്ചളവ് ഒരു 7 ഇഞ്ച് ഇട്ടിട്ട് അടയാളപ്പെടുത്തുക. ഇത് ഈ ഒരു മോഡൽ ഫ്രോക്കായ കൊണ്ട് നെഞ്ചളവിന്ന് താഴോട്ടേക്ക് പിന്നെ ഇതേ ഒരു ഷേപ്പിൽ ഇതുപോലെ ഒന്ന് വരഞ്ഞു കൊടുത്താൽ മതി. ഇതിൻ്റെ അടിയിൽ 12 ഇഞ്ചാണ് വീതിയുള്ളത്. നീളം ഇറക്കം ഒരു 20 ഇഞ്ചാണ് എടുത്തിട്ടുള്ളത്. ഇനി ഈ വരഞ്ഞതിലൂടെ തുണി കട്ട് ചെയ്തെടുക്കാം. കഴുത്ത് ഇതുപോലെ റൗണ്ട് നെക്കായിട്ട് കഴുത്ത് വെട്ടി കൊടുക്കുക. പുറകിലെ കഴുത്ത് കുറച്ച് കയറ്റിയും വെട്ടി കൊടുക്കുക. ഇത് ഞാൻ ലൈനിങ്ങിലായിരുന്നു കട്ട് ചെയ്തത്. ഇനി ഇത് വെച്ചിട്ട് നല്ല പീസ് നമുക്ക് കട്ട് ചെയ്തെടുക്കാം. ഇനി അടിയിൽ ഞൊറിക്ക് വേണ്ട തുണി ഒരു 8 ഇഞ്ച് വീതി ഇട്ടിട്ട് കുറച്ചധികം തുണി കട്ട് ചെയ്തെടുക്കണം. ഒരു 2-2.5 മീറ്റർ തുണി മുതൽ എത്ര തുണി കൊണ്ടും നമുക്ക് ഫ്രോക്ക് ചെയ്തെടുക്കാൻ പറ്റും. തുണി എത്ര കൂടുന്ന അതിനനുസരിച്ച് ഫ്രോക്കിൻ്റെ ഭംഗി കൂടും. ഞൊറി കൂടുമ്പോൾ ഭംഗി കൂടും. ഈ കട്ട് ചെയ്തെടുത്ത തുണിയിലാണ് ഞൊറി ഇടേണ്ടത്. ഇനി ഈ ഞൊറി അടിച്ച് ഫിറ്റ് ചെയ്യാൻ വേറൊരു തുണിയും കൂടെ കട്ട് ചെയ്തെടുക്കണം. ഇറക്കം ഒരു 14 ഇഞ്ചും വീതി ഒരു 22 ഇഞ്ചും ഇട്ടിട്ടാണ് ഈ തുണി ഞൊറി വെക്കാനുള്ള തുണി ഞാൻ വെട്ടിയെടുക്കുന്നത്. ഇത് ലൈനിങ്ങാണ് കട്ട് ചെയ്തത്. ഇതേ അളവ് തന്നെ നമുക്ക് നല്ല തുണിയും കട്ട് ചെയ്തെടുക്കാം. ഇനി ബോഡി സ്റ്റിച്ച് ചെയ്തെടുക്കാം. അതിന് വേണ്ടിയിട്ട് ലൈനിങ്ങിൻ്റെ മേലെയാണല്ലോ നമ്മൾ കഴുത്തൊക്കെ കട്ട് ചെയ്തത്. അതുകൊണ്ട് നല്ല തുണി ഇതേപോലെ വെച്ചിട്ട് അതിൻ്റെ മേലെ ലൈനിങ് ഇതുപോലെ വെച്ചിട്ട് കഴുത്ത് അടിച്ച് മറിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. കഴുത്തും ഷോൾഡറിൻ്റെ സൈഡ് കൂടിയും സ്റ്റിച്ച് ചെയ്തിട്ട് തുണി മറിച്ചെടുക്കുക. സ്റ്റിച്ച് ചെയ്തിട്ട് നല്ല തുണീൻ്റെ കഴുത്ത് ഇതേപോലെ വെട്ടി കൊടുത്തിട്ട് തയ്യൽ തുമ്പൊക്കെ കട്ട് ചെയ്തിട്ട് വേണം മറിച്ചിട്ട് കൊടുക്കാൻ. ഫ്രണ്ട് കഴുത്ത് ചെയ്തതുപോലെ തന്നെ അതേ രീതിയിൽ ബാക്ക് കഴുത്തും അടിച്ച് മറിച്ചെടുക്കാം. ഞാൻ ബാക്ക് കഴുത്തിന് ചെറുതായിട്ടൊരു ഓപ്പൺ കൊടുക്കുന്നുണ്ട്. അത് വേണമെങ്കിൽ മാത്രം ചെയ്താൽ മതി. ഞാൻ ഒരു ഭംഗിക്ക് വേണ്ടി ചെയ്യുന്നതാണ്. ബാക്കിൽ ഇതുപോലെ ചെയ്യുന്നുണ്ടെങ്കിൽ ഒരു തുണി ക്രോസാക്കി കട്ട് ചെയ്തിട്ട് ഒരു കയറടിച്ചിട്ട് ഒരു കയറും കൂടെ വെച്ച് കൊടുക്കണം. ഇതിൽ ഈ ലൈനിങ്ങിൻ്റെ നല്ല തുണീൻ്റെ ഉള്ളിലായിട്ട് ഈ കയറ് വെച്ച് കൊടുത്തിട്ട് ഇതിൽ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ട് മറിച്ചിട്ടാൽ മതി. മറിച്ചിടുന്നതിന് മുമ്പായിട്ട് തയ്യൽ തുമ്പൊക്കെ ഇതുപോലെ കട്ട് ചെയ്ത് കൊടുക്കണം. എന്നാലേ വൃത്തിക്ക് നിൽക്കുള്ളൂ. ഇനി സ്റ്റിച്ച് ചെയ്തെടുത്ത ഫ്രണ്ട് പീസ് നല്ല വശത്തോട് ചേരുന്ന രീതിയിൽ ഷോൾഡർ തമ്മിൽ ഒപ്പിച്ച് ഇതുപോലെ വെക്കുക. എന്നിട്ട് ആദ്യം ഷോൾഡർ കൂട്ടിയടിക്കുക. എന്നിട്ട് താഴേക്ക് കൈക്കുഴീൻ്റെ സൈഡിലൂടെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. ബാക്ക് പീസിൻ്റെ നല്ല തുണീൻ്റെയും ലൈനിങ്ങിൻ്റെയും ഉള്ളിലായിട്ടാണ് ഈ ഫ്രണ്ട് പീസ് നമ്മൾ വെക്കുന്നത്. എന്നിട്ടാണ് ഷോൾഡറും കൈക്കുഴിയും സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നത്. എന്നിട്ട് സ്റ്റിച്ച് ചെയ്തിട്ട് മറിച്ചെടുത്താൽ മതി. ഇനി കൈക്കുഴീൻ്റെയും കഴുത്തിൻ്റെയും ഒക്കെ മുകളിലൂടെ ഒന്ന് പതിച്ചടിച്ചെടുക്കുക. ഇനി 8 ഇഞ്ച് വീതിയിൽ കട്ട് ചെയ്ത ആ തുണിയില്ലേ, അതിൽ ഞൊറിയിട്ടിട്ട് ഈ തുണിയിൽ ഇതുപോലെ ഫിറ്റ് ചെയ്ത് കൊടുക്കുക. 2 തട്ടാക്കിയിട്ട് ഞൊറി ഫിറ്റ് ചെയ്യുക. ഞൊറി ഇതേപോലെ സ്റ്റിച്ച് ചെയ്തെടുത്തതിന് ശേഷം ബോഡീൻ്റെ അടിഭാഗത്ത് ഞൊറി ഇതുപോലെ വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. 2 ഭാഗത്തും ഇതേപോലെ ചെയ്ത് കൊടുക്കുക. പിന്നെ ലൈനിങ്ങിൻ്റെ ഭാഗവും ഞൊറിയിട്ടിട്ട് ഫിറ്റ് ചെയ്ത് കൊടുക്കുക. ഇനി ഫ്രോക്കിൻ്റെ സൈഡ് ഇതേപോലെ ഒപ്പിച്ച് പിടിച്ചിട്ട് ഇതിലൂടെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. സ്റ്റിച്ച് ചെയ്തതിന് ശേഷം ഈ സ്റ്റിച്ച് ചെയ്ത ഈ ഒരു ഭാഗത്തിലൂടെ ചെറിയ ഇലാസ്റ്റിക് വലിച്ചിട്ട് അടിച്ചു കൊടുക്കണം. വലിച്ചടിച്ചു കൊടുക്കുക. ഞൊറി തുടങ്ങുന്ന അവിടം വരെ വലിച്ച് പിടിച്ചിട്ട് അടിച്ചു കൊടുക്കുക. കൈക്കുഴി മുതൽ ഞൊറി തുടങ്ങുന്നിടം വരെ ഇലാസ്റ്റിക് വലിച്ച് പിടിച്ചിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. ഇതേപോലെ 2 സൈഡും
ചെയ്തതിന് ശേഷം ഈ ഇലാസ്റ്റിക്കിൽ നിന്നും ഒരു 2 ഇഞ്ച് ഇട്ടിട്ട് ഇതേപോലെ മാർക്ക് ചെയ്തിട്ട് അതിലൂടെയും ഇതേ രീതിയിൽ ഇലാസ്റ്റിക് വലിച്ച് അടിച്ചു കൊടുക്കുക. 2 സൈഡും ഇതേപോലെ ചെയ്ത് കൊടുക്കുക. അതിന് ശേഷം ബോ ഉണ്ടാക്കിയിട്ട് വെച്ച് കൊടുക്കുക. ബോ ഉണ്ടാക്കുക എങ്ങനെയാണെന്ന് വെച്ചാൽ ഇതേപോലെ ചതുരത്തിൽ തുണി വെട്ടിയിട്ട് സ്റ്റിച്ച് ചെയ്തിട്ട് മറിച്ചിടുക. മറിച്ചിട്ടതിന് ശേഷം ഇതേപോലെ ചുരുക്കിയിട്ട് കെട്ടിക്കൊടുത്താൽ മതി. പിന്നെ ഒരു നീളത്തിൽ ഒരു തുണി എടുത്തിട്ട് ഇതേപോലെ അടിച്ച് മറിച്ചിട്ടിട്ട് അതിന് ഞൊറിയിട്ടിട്ട് ഒരു സൈഡിലുള്ള കൈക്ക് ഞാൻ ഒരു ഞൊറി വെച്ച് കൊടുക്കുന്നുണ്ട്. അതൊക്കെ ഓരോരുത്തർക്ക് ആവശ്യമുണ്ടെങ്കിൽ മാത്രം ചെയ്താൽ മതി. അങ്ങനെ ഫ്രോക്ക് സ്റ്റിച്ചിങ് കഴിഞ്ഞു. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവും എന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അടുത്ത വീഡിയോയിൽ കാണും വരെ ബൈ.